തിരുവനന്തപുരം ചിറയൻകീഴിലാണ് 13 വയസ്സുകാരൻ കനാലിൽ മുങ്ങി മരിച്ചത്. കൂട്ടുകാരുമൊത്ത് കനാലിൽ നീന്തുന്നതിനിടയിലാണ് പ്രിൻസിനെ മൂന്നാറ്റുമുക്ക് കനാലിൽ കാണാതാകുന്നത്. ചെളി നിറഞ്ഞ സ്ഥലത്ത് താഴ്ന്നു പോകുകയായിരുന്നു. ചിറയൻകീഴ് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തൃശൂർ മറ്റം പന്നിശ്ശേരിയിൽ മണ്ണിടിച്ചിലിൽ വീട് ഭാഗികമായി തകർന്നു. പന്നിശ്ശേരി സ്വദേശി ജ്യോതി ബോസിന്റെ വീടിന് പിറകിലെ കുന്നിടിഞ്ഞു വീഴുകയായിരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ ക്യാമ്പസ് ഉൾപ്പെടുന്ന ഭൂമിയിലെ കുന്നാണ് ഇടിഞ്ഞു വീണത്. കോഴിക്കോട് കാരശ്ശേരിയിൽ ശക്തമായ മഴയ്ക്ക് പിന്നാലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി വൈശുംപറം വടിശ്ശേരി ബാലകൃഷ്ണന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കോഴിക്കോട് കല്ലാച്ചിയിൽ ചുഴലിക്കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണ് വീട് ഭാഗികമായി തകർന്നു. കുറ്റിപ്പുറം സൗത്തിലെ വലിയ പറമ്പത്ത് ദേവിയുടെ വീടിന് മുകളിലാണ് മരങ്ങൾ പൊട്ടിവീണത്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. പാലക്കാട് കിഴക്കഞ്ചേരിക്കാവിൽ കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു. എടത്തറ കല്ലിങ്ങൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കിണറാണ് ആൾമറയോടുകൂടി ഇടിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇടുക്കിയിലെ എല്ലാ മേഖലയിലും മഴയുടെ ശക്തി കുറഞ്ഞു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും മലവെള്ളപ്പാച്ചിലിലും കോമ്പമുക്ക് വഞ്ചികപ്പാറ ആമപ്പാറ ടൂറിസം റോഡ് തകർന്നു. ഉടുമ്പൻചോലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ കനത്ത നാശനഷ്ടമാണ് വിതച്ചത്. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് കൃഷിനാശം വരെയുണ്ടായി. കുന്നിടിച്ചിൽ ഭീഷണി നേരിടുന്ന മലപ്പുറം പോത്തുകല്ല് നാരങ്ങാപ്പൊയിലിൽ ആദിവാസികളുടെ സമരം അവസാനിപ്പിച്ചു. വീടുകൾക്ക് സംരക്ഷണ ഭിത്തി കെട്ടി നൽകാമെന്ന റവന്യൂ ഗ്രാമപഞ്ചായത്ത് അധികൃതരിൽ നിന്നും ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ബുധനാഴ്ചയാണ് വീടുകളുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ഇവർ സമരം തുടങ്ങിയത്. തെക്കൻ ജില്ലകളിൽ ഇന്ന് കാര്യമായി മഴയുണ്ടായിരുന്നില്ല. കൊല്ലം തെന്മല പരപ്പാർ ഡാമിന്റെ ഷട്ടർ തുറന്നു. 5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.